എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഏത് വണ്ടി കൊണ്ടാണ് വന്നിരിക്കുന്നത്. ടി വി എസിന്റെ ഏറ്റവും പുതിയ ജൂപ്പിറ്റർ 125. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ജൂപ്പിറ്റർ 125 പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വേറൊരു വ്യത്യാസം കൂടെ ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന മോഡൽ 2024 മോഡലാണ്. 2024 നമുക്ക് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു 2024 മോഡൽ ടി വി എസ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ റിവ്യൂയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടിരുന്ന ഇതുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നേരെ നമുക്ക് ഈ വണ്ടിയുടെ വീഡിയോ കിടക്കാം. നമ്മുടെ ഇന്ത്യയിൽ ടി വി എസിന്റെ സക്സസ് ആയിട്ടൊരു മോഡലാണ് ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ ആയിരുന്നു 125cc. നേരത്തെ 110cc മാത്രമായിരുന്നു ജൂപ്പിറ്റർ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ 125cc ഈ ഒരു ജൂപ്പിറ്ററെ കൊണ്ടുവന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ അതിൽ കൊണ്ടുവന്നു. അതുപോലെ പെർഫോമൻസിന്റെ മാറ്റം കൊണ്ടുവന്നു. ഈ ലുക്ക് വൈസിൽ കംപ്ലീറ്റ്ലി മാറ്റം കൊണ്ടുവന്നതാണ് ആ സമയത്ത് അവർ ഇന്ത്യയിൽ ഈ ഒരു ജൂപ്പിറ്റർ 125 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ നമ്മളിലിരിക്കുന്ന ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് സ്മാർട്ട് എക്സ് കണക്ട് എന്ന് പറയും. അപ്പം സ്മാർട്ട് എക്സ് കണക്ട് എന്നുള്ളത് നിങ്ങൾ ഇതിനു മുമ്പേ ടി വി എസിന്റെ പല വണ്ടികളിലും കണ്ടിട്ടുണ്ട്. കാരണം എൻഡോർക്കിൽ കണ്ടിട്ടുണ്ട്, അതുപോലെ റൈഡറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജൂപ്പിറ്ററിൽ ഇപ്പോഴാണ് ആ ഒരു സ്മാർട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടക്കമുള്ള എല്ലാ ഫീച്ചറും നമ്മുടെ ഈ ഒരു മോഡൽ നമുക്ക് നിലവിൽ ഇപ്പോൾ ടി വി എസ് അവതരിപ്പിച്ചിട്ടുണ്ട്. ടി വി എസിൻ്റെ തന്നെ ഒരു പ്രീമിയം കാറ്റഗറിയിൽപ്പെടുന്ന ഒരു വാഹനമാണ് ഈ ഒരു ജൂപ്പിറ്റർ 125 എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ക്രോമിന്റെ എലമെന്റ് പല ഭാഗത്ത് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പം ഇതിനു മുമ്പ് ഈ വണ്ടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കിടക്കുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, അത് വണ്ടിയുടെ ജസ്റ്റ് ഒരു ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ്. അതുപോലെ ക്രോമിന്റെ എലമെന്റ് വന്നിട്ടുണ്ട്. ബാക്കിൽ 3D എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജൂപ്പിറ്റർ 125 എന്ന് എഴുതിയ ആ ഒരു 3D എംബ്ലവും കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് പെട്രോൾ അടിക്കുന്ന ഓപ്ഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം ഇതിന്റെ ടാങ്ക് വരുന്നത് ഫ്രണ്ടിലാണ്. ഫ്രണ്ടിലെ ഹാൻഡിൽ താഴെയായിട്ടാണ് ഇതിന്റെ പെട്രോൾ ഫില്ല് ചെയ്യുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. 5.4 ടാങ്ക് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോങ് ആയിട്ടൊരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കമ്പയറബിളി മറ്റുള്ള വണ്ടികളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ലെങ്തി ഉള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വൈഡ് വേണം, അത്യാവശ്യം കുഷനും കാര്യങ്ങളൊക്കെയുള്ള അത്യാവശ്യം നല്ല സീറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ബാക്ക് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ക്യാബ് റെയിലിൽ, അത് ബോഡി കളറിനോട് ചേർന്ന് വരുന്ന ഈ ഒരു ഗ്രാബ് റെയിൽ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക്, അതായത് നമുക്ക് പില്ലിന് ഇരിക്കുന്ന ആൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബാക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഈ സീറ്റിന്റെ അതേ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുഷനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു ചെറിയൊരു റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 125 എന്ന് എഴുതിയൊരു ബാഡ്ജിങ്ങും ഈ ഒരു ഭാഗത്തായിട്ട് ടി വി എസ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് അതിന്റെ ഫ്രണ്ടിലെ ഡിസൈൻ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ആ സ്മാർട്ട് എക്സ് കണക്ട് എന്നുള്ള ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നിലവിൽ പുതുതായിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ക്രോമിന്റെ എലമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നിലവിൽ നമുക്ക് LED ബൾബും കാര്യങ്ങളൊക്കെയാണ് ഹെഡ്ലൈറ്റിൽ വരുന്നത്. നമുക്ക് ഇൻഡിക്കേറ്റർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ടുള്ള ഹാലജൻ ബൾബാണ് വരുന്നതെങ്കിൽ അഡീഷണൽ പാർക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഫ്രണ്ട് വശം. അതിൽ നമുക്ക് ക്രോമിന്റെ എലമെന്റ് ഞാൻ ഈ പറഞ്ഞ പോലെ കാണുന്നുണ്ട്. ടി വി എസ് എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇൻഡിക്കേറ്ററിന്റെ ആ ഒരു ഡിസൈൻ വരുന്നത്. ഇൻഡിക്കേറ്റർ ബസറും കാര്യങ്ങളൊക്കെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അലോയ് വീൽ കിട്ടുന്നുണ്ട്. അലോയ് വീലിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽ കിട്ടുന്നത്. ഇതിന്റെ നോർമൽ മോഡലൊക്കെ ഉണ്ട്, അതിൽ സാധാ ഡ്രം വീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതിന്റെ അലോയ് വീൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചൊരു പാറ്റേൺ ആയിട്ടുള്ള അലോയ് വീൽ കൊടുത്തിരിക്കുന്ന ഒരു ഡയമണ്ട് കട്ട് അലോയ് വീലിനാണ് ഇതിന്റെ ഒരു പ്രത്യേകത പറയുന്നത്. അതുപോലെ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു വണ്ടിയിൽ നിങ്ങളുടെ മാറ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടിയിൽ വോയിസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫീച്ചറും കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ടി വി എസിന്റെ വണ്ടികൾ ഉണ്ടായിരുന്നു, ഈ ഒരു വണ്ടിയിലോട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഹെഡ്ലൈറ്റിൽ ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് വണ്ടി നിർത്തി ലോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു 20 സെക്കൻഡ് നമ്മൾ ഈ വണ്ടിയുടെ അടുത്ത് നിന്ന് പോകുന്ന വരെ അതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് ഓൺ ആയി കിടക്കുന്ന ഒരു പുതിയൊരു ഫീച്ചറോടെ ടി വി എസ് ഈ ഒരു മോഡൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു മാറ്റം കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഫാൻ കവർ കഴിഞ്ഞാലും നമുക്കൊരു റെഡ് കളറിലെ ഫാനും കാര്യങ്ങളൊക്കെയാണ് ടി വി എസ് ഈ ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈലൻസറിന്റെ ഡിസൈനിലും കാര്യങ്ങളൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് 12 ഇഞ്ച് അലോയ് വീലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ട് വീതിയുള്ള ടയർ ഇല്ല, വീതിയുള്ള ടയറില്ല. 12 ഇഞ്ച് അലോയ് വീൽ എന്ന് ഉദ്ദേശിക്കുന്നത് വീതിയുള്ള ടയർ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ആ ഒരു അലോയുടെ സൈസും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിനി ടയറിന്റെ കാര്യം പറയുവാണെങ്കിൽ രണ്ട് ഫ്രണ്ടിലും ബാക്കിലും സെയിം ടയർ തന്നെയാണ് വരുന്നത്. 90-12 ടയറും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. അപ്പോൾ നമുക്ക് വേറെ മറ്റുള്ള കമ്പനികളിൽ ഫ്രണ്ടിലായിട്ട് 12 ഇഞ്ചിന്റെ വീലും ബാക്കിലായിട്ട് 10 ഇഞ്ചിന്റെ വീലുമാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഞാൻ ഇടുന്ന വീഡിയോയിൽ കമന്റ് ചെയ്യാറുണ്ട് ബാക്കിൽ 12 ഇഞ്ച് വീലല്ല വരുന്നത്, അതുപോലെ വീതിയുള്ള ടയർ അല്ല എന്നുള്ളത്. അപ്പോൾ 12 ഇഞ്ച് വീല് വന്നാലും, അതായത് 12 ഇഞ്ച് അലോയ് വന്നാൽ പോലും ബാക്കിൽ നമുക്ക് വീതിയുള്ള ടയറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ 10 ഇഞ്ച് ആയാലും നമുക്ക് വീതിയുള്ള ടയറും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ കമ്പനി വരുന്ന മോഡൽസ് എന്ന് പറയുന്നത് ഈ 90
12 ടയറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത്. വീതിയുള്ള ടയർ ടി വി എസിൻ്റെ എൻഡോർക്ക് എന്ന് പറഞ്ഞ വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതുമാണ്. അത് എല്ലാ മോഡലിലും നമുക്ക് വീതിയുള്ള ടയറും കാര്യങ്ങളെല്ലാം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. കാരണം ഇതിൻ്റെ മൈലേജ് നോക്കിയാണ് കമ്പനികളെല്ലാം ഈ ടയർ സൈസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു സ്കൂട്ടർ സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങൾക്കെല്ലാം മൈലേജ് നോക്കിയായിരിക്കും ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വണ്ടിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 55 കിലോമീറ്റർ അടുപ്പിച്ചാണ് ഈ ഒരു വണ്ടിക്ക് കമ്പനി നമുക്ക് പറയുന്ന മൈലേജ്. അതുപോലെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന മൈലേജും ആ മൈലേജും കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഈ മീറ്ററിൽ ടി വി എസ് കൊണ്ടുവന്നിട്ടുമുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് ടൈലിന്റെ ഡിസൈൻ കാര്യങ്ങൾ നോക്കിയാലോ സിംഗിൾ യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഹാലജൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. LED ബൾബോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് ഓണം കാണിച്ചു തരാം. ഹാലജൻ ബൾബ് തന്നെയാണ് നമുക്ക് ബ്രേക്ക് ലൈറ്റ് ആയിട്ടും ഇൻഡിക്കേറ്റർ ആയിട്ടും എല്ലാം ഹാലജൻ ബൾബ് തന്നെയാണ് വന്നിരിക്കുന്നത്. ബാക്കിലായിട്ട് ഞാൻ പറഞ്ഞ ടി വി എസിന്റെ ആ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സൈഡ് വശത്തോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് കിക്കറിന്റെ ഓപ്ഷനും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. കിക്കർ ഇല്ലേ വണ്ടിക്ക്. നമുക്ക് ഈ ഒരു മോഡലിൽ കിക്കർ വരുന്നില്ല. എന്നാൽ ഇതിൽ കിക്കർ വരുന്ന മോഡലും ടി വി എസ് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഷോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ഷോക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബ്ലാക്ക് കളർ സ്പ്രിങ്ങോട് കൂടി വരുന്ന ഒരു ഷോക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ള ബാക്കിയുള്ള ഡിസൈനൊക്കെ മറ്റേ വണ്ടിയിൽ നിന്ന് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫ്രണ്ടിലെ സ്ഥലം നോക്കിയാലും അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഒരു ഗ്യാസ് കുറ്റി കയറ്റി വെക്കാൻ പറ്റുന്ന പോലുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടി വി എസ്. പിന്നെ ഞാൻ പറഞ്ഞാൽ ഫ്രണ്ടിലാണ് പെട്രോൾ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അത് തന്നെ പിന്നെ ഏറ്റവും സെഗ്മെന്റിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ ഒരു ഇത് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ സീറ്റ് അണ്ടർ സ്റ്റോറേജ് ആണ്. നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഫസ്റ്റ് ആയിട്ട് 33 ലിറ്റർ സീറ്റ് കപ്പാസിറ്റി കൊടുത്തൊരു വാഹനമാണ് ടി വി എസ് ജൂപ്പിറ്റർ 125 എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ സീറ്റ് തുറക്കുമ്പോൾ അറിയുന്നതാണ്. നമുക്ക് ഈ ഒരു സ്പേസ് ഫുള്ളായിട്ട് ടി വി എസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒന്നെങ്കിൽ നമുക്ക് 2 ഹെൽമെറ്റ്, ഒരു ഫുൾ ഫേസ് അല്ലെങ്കിൽ ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ്, അതുമല്ലെങ്കിൽ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ്, അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിടാൻ പറ്റി അത്രയും സ്പേസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെഗ്മെന്റ് ഫസ്റ്റ് ആയിട്ട് തന്നെ ഇത്രയും സ്പേസ് ഉള്ള ഒരു വാഹനം നമുക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് എന്ന് പറയാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലായിട്ട് ഒരു മൊബൈലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ഗ്ലോ ബോക്സും വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ മൊബൈൽ ചാർജും കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇനി നോക്കേണ്ടത് ഇതിന്റെ മീറ്ററാണ്. ഇതിന്റെ മീറ്ററിലാണ് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയൊരു പ്രത്യേകം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മീറ്റർ നമുക്ക് നട്ട് കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മീറ്റർ എന്ന് പറയുന്നത്. പുതിയ മീറ്ററാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരത്തെ എൻഡോർക്കിൽ കണ്ടിരിക്കുന്ന ആ സെയിം മീറ്ററാണ്, അല്ലെങ്കിൽ നമുക്ക് റൈഡറിൽ വന്ന ആ സെയിം മീറ്ററാണ്. നമുക്ക് 2 സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഓൺ ആക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നത് ഒരെണ്ണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം ഒരു കളർ ഡിസ്പ്ലേ, TFT ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മൊബൈലിനൊക്കെ വരുന്ന പോലുള്ള ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇത് വീണ്ടും ഏറ്റവും വലിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്പ്ലേയിലാണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് മൊബൈൽ കണക്ടിവിറ്റി കൂടി, നമുക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയോട് കൂടി നമുക്ക് നമ്മുടെ മൊബൈലിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു മീറ്ററിൽ അറിയാൻ പറ്റുന്നതാണ്. നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അടക്കമുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നമുക്ക് ഈ ഒരു മീറ്ററിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ നമുക്ക് വേറെ ഓപ്ഷൻ വന്നിരിക്കുന്നത് അതൊരു ഫാൻസി ഫീച്ചറാണ് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ക്രിക്കറ്റിന്റെ സ്കോറും കാര്യങ്ങളൊക്കെ നമുക്ക് കളി നടക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ ആ കളിയുടെ സ്കോറും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് നമുക്ക് ഈ ഒരു മീറ്റർ, അത് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്തായാലും ആ ഒരു സ്കോറും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു അപ്ഡേഷനാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ നമ്മൾ ഫോൺ വിളിക്കുന്ന സമയത്ത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോയും നമ്മൾ കോൾ വിളിക്കുന്ന സമയത്ത് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ ഞാൻ വളരെ കളർഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ലോ ഫ്യൂവലിൻ്റെ വാണിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവറേജ് ഫ്യൂവൽ എക്കോണമി, അതുപോലെ തന്നെ ട്രിപ്പ് മൈലേജ്, നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്താൽ ട്രിപ്പിന് എത്ര മൈലേജ് കിട്ടി, നമുക്ക് ഡ്രൈവിംഗ് റേഞ്ച്, നമുക്ക് ഈ വണ്ടിക്കകത്ത് ഒഴിക്കുന്ന പെട്രോളിന് എത്ര കിലോമീറ്റർ ഓടും എന്നുള്ള ആ ഒരു ഇതൊക്കെ അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എക്കോ സെഗ്മെന്റ് കൊടുത്തിട്ടുണ്ട്. 100% എന്നുള്ള എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സെഗ്മെന്റിൽ ഇതിലാണ് എക്കോ മോഡിൽ ഓടിക്കുന്ന സമയത്താണ് ഈ വണ്ടിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ആകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു RPM സെക്ഷൻ കാണാൻ പറ്റും. അതും ഒരു ഗ്രാഫിക്സോട് കൂടി അത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കൈ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കയറി വരുന്നത് കാണാൻ പറ്റുന്നതാണ്. അതിൽ തന്നെ നമുക്ക് ടൈമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കലണ്ടർ അടക്കം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചൊരു മീറ്ററാണ്. അത് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജുള്ള ഏറ്റവും പുതിയ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു മീറ്ററാണ് നമ്മൾ TVS ഈ ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തുള്ള ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് നമുക്കിതിൻ്റെ കിലോമീറ്റർ, അതുപോലെ ഓഡോമീറ്റർ, ട്രിപ്പ് A, ട്രിപ്പ് B അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫ്യൂവലിൻ്റെ ഒരു വാണിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് TVSന്റെ ഈ ഒരു മോഡലിന് നമുക്ക് പറയാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ഈ ഒരു, അല്ലെങ്കിൽ TVSന്റെ ഏത് വണ്ടി എടുത്താലും ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കുത്തിക്കൊള്ളിച്ചാണ് ഈ ഒരു വണ്ടി നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടാതുള്ളൊരു വേറൊരു പ്രത്യേകതയാണ് നമുക്ക് ഈ സ്റ്റാർട്ടിൻ്റെ സെൽഫിൻ്റെ സ്വിച്ച് നമുക്കൊരു വോയിസിൻ്റെ ഒരു ഇത് കാണാവുന്നതാണ്. അതിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ മൊബൈലൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്രസ് ചെയ്തിട്ട് നിയറസ്റ്റ് പെട്രോൾ പമ്പ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ വണ്ടി ഓട്ടോമാറ്റിക് നമ്മുടെ വോയിസ് ജഡ്ജ് ചെയ്യുകയും നമുക്ക് ഈ മീറ്ററിൽ നാവിഗേഷന് പരമായിട്ട് നമുക്ക് ഈ ഒരു മീറ്ററിനകത്ത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നിയറസ്റ്റ് പെട്രോൾ പമ്പ്, അതുപോലെ നിയറസ്റ്റ് ഹോട്ടൽ, അങ്ങനെയുള്ള നമുക്ക് ഏറ്റവും അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മീറ്ററിൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഫുള്ളി ലോഡറായിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ലോഡറായിട്ടുള്ളൊരു
ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ടി വി എസ് ജൂപ്പിറ്റർ 125 എന്ന് പറയുന്നത്. ഇനി എനിക്ക് തോന്നുന്നു ഇനിയും ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവരാനുള്ളത് AI ഫീച്ചർ മാത്രമാണ് നമുക്ക് ടി വി എസ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവരാനുള്ളത്. അതെനിക്ക് തോന്നുന്നത് ഉടനെ തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് എന്തായാലും എല്ലാ വണ്ടികളിലും AI ഫീച്ചറോടെ ഉൾക്കൊള്ളിച്ച് വരുന്ന മോഡൽ ടി വി എസ് എന്തായാലും ഇറങ്ങും. കാരണം ഇത്രയും ഫീച്ചേഴ്സ് ഇറക്കിയ ഒരു വണ്ടിയും നമ്മുടെ ഇന്ത്യയിൽ നിലവിലില്ല, ഒരു കമ്പനിയുടെ വണ്ടിയിൽ നിലവിലില്ല. അപ്പോൾ ഈ ഒരു ടി വി എസിൻ്റെ മോഡലിലാണ് ഇത്രയും ഫീച്ചേഴ്സ് അടക്കം എല്ലാ അഡ്വാൻറ്റേജ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ള മോഡൽ ഇപ്പോൾ നിലവിൽ ഇറക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഓട്ടോ സ്റ്റോപ്പ് എന്ന് പറയുന്ന ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ട്രാഫിക്കിലൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഒരു 3 സെക്കൻഡിനുള്ളിൽ എഞ്ചിൻ കട്ട് ഓഫ് ആവുകയും പിന്നെ നമുക്ക് സെൽഫൊന്നും അടിക്കേണ്ട, ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്തെടുത്തുകൊണ്ട് വരുന്ന പോലുള്ള അങ്ങനെയുള്ള എല്ലാ ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് സ്വിച്ചസ് നോക്കിയാലും നമുക്ക് ഡിമ്മും ബ്രൈറ്റും അറ്റാച്ച് ചെയ്ത് പാസ് ഇൻഡിക്കേറ്റർ, ഇതിൽ ഹോണ്, ഈ പറയുന്ന പോലെ ഇവിടെ സെൽഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ വോയിസ് അസിസ്റ്റന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. അസലിന് 4 ഇൻഡിക്കേറ്റർ ഒരുപോലെ കത്തുന്ന ഒരു ഫീച്ചറാണ് അത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 4 ഇൻഡിക്കേറ്റർ ഒരുപോലെ തന്നെ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. എഞ്ചിൻ കട്ട് ഓഫ് ആകുന്ന ആ ഒരു ഫീച്ചറും ഈ ഒരു വണ്ടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ ടി വി എസിൻ്റെ എല്ലാ ഫീച്ചറും ഉൾക്കൊള്ളിച്ച് ഒരു വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു ബോംബ് തന്നെ പറയാം. അത്രയും ഉൾക്കൊള്ളിച്ച് കുത്തി കയറ്റിയിട്ടാണ് ടി വി എസ് ഈ ഒരു മോഡൽ നിലവിൽ ഇന്ത്യയിൽ ഇറക്കിയിരിക്കുന്നത്. അത് ടി വി എസിൻ്റെ ഈ ഒരു മോഡൽ മാത്രമല്ല, എല്ലാ മോഡലും ഇതേ ഫീച്ചേഴ്സ് വെച്ച് ഇത്രയും ഫീച്ചേഴ്സ് ഇറങ്ങുന്ന ഒരു മോഡലാണ് ടി വി എസിൻ്റെ എല്ലാ വാഹനങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ പ്രൈസാണ്. ഏകദേശം 1,26,000 രൂപയാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫിറ്റിംഗ്സോടെ നമുക്ക് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഈ ഒരു വണ്ടി ഈ ഒരു വിലയ്ക്ക് വർത്താവണം ചോദിക്കുകയാണെങ്കിൽ 100% വർത്താവും. കാരണം ഇത്രയും ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങളെല്ലാം ലോഡ് ചെയ്തിട്ട് ഫുള്ളി ലോഡായിട്ടൊരു വാഹനമാണ് നമ്മുടെ ടി വി എസ് ജൂപ്പിറ്റർ 125 എന്ന് പറഞ്ഞ ഒരു വാഹനം. അപ്പോൾ 1,26,000 രൂപ തൊട്ട് ഈ ഒരു മോഡൽ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ താപ്പെട്ടുള്ള മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്, വില കുറഞ്ഞ, അതായത് ഈ ഒരു ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത മോഡലും കാര്യങ്ങളൊക്കെ നിലവിൽ അവൈലബിൾ ഉണ്ട്. അപ്പോൾ 1,26,000 രൂപ എന്നുള്ളത് ഈ ഒരു സ്മാർട്ട് എക്സ് കണക്ട് എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കൂടാതെ ഇതൊക്കെയാണ് നമ്മുടെ ടി വി എസ് 125 ജൂപ്പിറ്റർ എൻ്റെ ഒരു റിവ്യൂ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോന്നി യുവ മോട്ടേഴ്സിലാണ്, ടി വി എസിലാണ്. അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടി എടുക്കുവാനോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള അവസരം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞോളൂ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.